ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്ന് ഫുൾ തിരക്കിലായിരുന്നു ഗൈസ്. കുറച്ച് ഫിഷൊക്കെ മേടിച്ച് കറി വെച്ചു, കുറച്ച് ചേനയൊക്കെ ഉടച്ചെടുത്ത് കഴിച്ചു. പിന്നെ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയി, കൊച്ചു ഷോപ്പിംഗ്. അപ്പോൾ ഞാൻ അവിടെ കണ്ട ഒരു സംഭവം മേടിച്ചു ഗൈസ്. ഇത് കൊള്ളാമോ? ഈ രണ്ട് ബ്ലാക്കില്ലേ അങ്ങനെ ഒരു ബാങ്കിളാണത്. എനിക്ക് ഒത്തിരി നാളുകൊണ്ട് ഞാനത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഷോപ്പിൽ കയറിയപ്പോൾ കിട്ടി, ഫാൻസി സ്റ്റോറിൽ കയറിയപ്പോൾ കിട്ടി. ഞങ്ങളുടെ നാട്ടിലുള്ളതാണ്. പിന്നീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാഗുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ എനിക്കുണ്ട്. അത് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഫ്ലവേഴ്സ് ഉള്ള പിന്നെ ബാഗാണ് ഇഷ്ടം. ഷോൾഡർ ബാഗ്, സൈഡ് ബാഗ് കണ്ടോ, പൂക്കൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഇതൊക്കെ. എന്താണ് എന്തോ പൂക്കളുള്ള ഉടുപ്പുകളും പൂക്കളുള്ള ബാഗ്സ്, പൂക്കളുള്ള പായ, കിടക്കുന്ന പായ, മെത്ത എന്ന് വേണ്ട എല്ലാം പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓക്കെ, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ ഗൈസ്. ഇതിപ്പം ഇത്രയും സന്തോഷമുള്ള കാര്യങ്ങളുണ്ടെങ്കിലും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അച്ഛൻ മരിച്ചുപോയി ഗൈസ്. ഞായറാഴ്ചയായിരുന്നു മരിച്ചത്. അത് പെട്ടെന്ന് ആരും മരിക്കുമെന്നൊന്നും വിചാരിച്ചില്ല. അവിടുത്തെ അമ്മയ്ക്ക് സുഖമില്ലാതെ അടങ്ങിയിരുന്നു, ഹോസ്പിറ്റലൈസ്ഡായിരുന്നു. പക്ഷേ അച്ഛന് ഭയങ്കര വിഷമമായിരുന്നു. അവർ ഒരുപാട് നാൾ ഒരുമിച്ച് ജീവിച്ചതല്ലേ, അങ്ങനെ ജീവിച്ച് വലിയ മക്കളൊക്കെ ഉള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ആരും വിചാരിച്ചതേയില്ല. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലെത്തിയപ്പം അപ്പോഴത്തേക്കും മരിച്ചുപോയി. പിന്നെ അതിൻ്റെ ചടങ്ങുകളൊക്കെ ആയിരുന്നു. എൻ്റെ വീടങ്ങോട്ട് തുറക്കുമ്പോൾ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടില്ലേ, എൻ്റെ വീടിൻ്റെ മുറ്റത്തിൻ്റെ കോട്ടയാടിലെ ഒരു ഉരുളൻ തൂണിൻ്റെ തൊട്ടടുത്തായിട്ടൊരു മതിൽ കാണുന്ന വീട്. ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ വെളുപ്പാരാവിലെ എണീക്കുമ്പം ഈ അച്ഛൻ അവിടെ ആ മുള കൊണ്ടുള്ള കർട്ടൻ പോലത്തെ ഉണ്ട് സിറ്റ് ഔട്ടിൽ, അത് ഉയർത്തിയൊക്കെ വെച്ച് എടുക്കുന്നത്. ഞാൻ മിക്കപ്പോഴും കണി കാണുന്നത് ആ അച്ഛനെയായിരുന്നു ഗൈസ്. ഇന്നലെ അതിൻ്റെ ചടങ്ങുകളൊക്കെ ആയിരുന്നു. പിന്നീട് എനിക്ക് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എന്നും മരണപ്പെട്ടു പോയവരെ, ഈ ലോകത്തിലെ ഏത് കോണിലിരുന്ന് മരണപ്പെട്ടു പോയവരുടെയും ആത്മാവിന് ശാന്തി കിട്ടാനായിട്ടും പ്രാർത്ഥിക്കാറുണ്ട് ഗൈസ്. അത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞങ്ങളിപ്പം ഇവിടെ വന്നിട്ട് ഏകദേശം 1 വർഷമായിട്ടേ ഉള്ളൂ. അത്രയും നാൾ ഞാൻ അതിരാവിലെ എണീറ്റിട്ട് ഞാൻ എൻ്റെ സിറ്റൗട്ടിൽ പോയിരുന്നു. പിന്നെ ഇത് നമ്മുടെ വേദഗ്രന്ഥങ്ങളൊക്കെ ഓതുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നതായിരുന്നു ഗൈസ്. നമ്മളാരും വിചാരിക്കുന്നതാണെങ്കിലല്ല, മരണം എപ്പോൾ വേണമെങ്കിലും നമ്മളെ കൊണ്ടുപോകും ഗൈസ്. അത് ഭയങ്കര സങ്കടമായിപ്പോയി. നമ്മളെ ആകസ്മികമായിട്ടുള്ള ഒരു മരണമായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ പായസമൊക്കെ വെച്ച് അവരെ വീട്ടിൽ കൊടുക്കുമ്പോൾ ഈ അച്ഛൻ ഒരു ദിവസം പറഞ്ഞ് നല്ല കറക്റ്റ് മധുരം ഞാൻ കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. വളരെ സങ്കടമുള്ളതായിപ്പോയി ഗൈസ്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. എൻ്റെ ബാങ്കിലൊക്കെ ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.